ഹലോ നമസ്കാരം. നിങ്ങൾ അബണ്ടൻസ് സാമ്പത്തികമായിട്ടൊരു സമൃദ്ധി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളോട് പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ട് ഒരു കാര്യം ഇപ്പോൾ പറയുന്നുണ്ട്. നിങ്ങൾ ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു കാര്യം മാറ്റിയാൽ തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള സാമ്പത്തികമായ ഉന്നതി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ. എത്ര നിങ്ങൾ പരിശ്രമിച്ചാലും. നിങ്ങളോട് പറയുന്നു, ആ സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റ് നിങ്ങൾ വിട്ടുകളയണം. സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങുമ്പോൾ അതിന്റെ ആവശ്യമുണ്ടോ? നമ്മുടെ കയ്യിൽ അതിന് പൈസ ഉണ്ടാവും, അത് വാങ്ങാനുള്ള പൈസ ഒക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും ഇതിപ്പോ വാങ്ങണോ, ഇത് ഇത്രയും പൈസ ചെലവാവില്ലേ, അതിപ്പോ ചെലവാക്കാണ്ട് എടുത്തു വെച്ച് കഴിഞ്ഞാൽ അത്രയും പൈസ എന്റെ കയ്യിൽ ഉണ്ടാവുമല്ലോ. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ എനിക്ക് ഇനി പൈസ വരില്ല എന്നുള്ള സബ് കോൺഷ്യസിൽ ഒരു വിശ്വാസമാണ്. ഈ ഉള്ള പൈസ ഇനി എന്റെ ഉള്ളൂ, ഇനി എനിക്ക് പൈസ ഒന്നും വരാനില്ല എന്നുള്ള ഒരു വിശ്വാസമാണ് നിങ്ങളെ കൊണ്ട് അങ്ങനെ ചിന്തിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത്രയും ആഗ്രഹമുള്ള കാര്യമായിരിക്കും, നിങ്ങൾക്ക് വാങ്ങാൻ നിങ്ങളുടെ പൈസ ഉണ്ടാവും, എന്നാലും നിങ്ങൾ വാങ്ങില്ല. ഓക്കെ, അത് നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ്, അത് നിങ്ങൾ അത്രയും ഒരുപാട് ആഗ്രഹിച്ചതാണ്, ആവശ്യമുള്ള കാര്യമാണ്. ഇപ്പൊ നിങ്ങൾക്ക് വാങ്ങുന്നതിന് പൈസയുണ്ട്. അപ്പോ നിങ്ങൾ പക്ഷെ എന്നാലും വാങ്ങുന്നില്ല. പൈസ ഇങ്ങനെ കയ്യിൽ എപ്പോഴും ഇരിക്കണം. അതായത് അത് കയ്യിൽ നിന്ന് പോയാൽ ഇനി വരില്ല എന്നുള്ള ഒരു ചിന്ത. അതാണ് സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഇപ്പൊ അല്ലെങ്കിൽ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ പൈസ കൊടുക്കുമ്പോൾ നമുക്കൊരു ദേഷ്യം, ഫ്രസ്ട്രേഷൻ, എന്റെ കയ്യിലുള്ള പൈസ പോവാണല്ലോ എന്നുള്ള ഫ്രസ്ട്രേഷൻ, അതും ഒരു സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റ് ആണ്. അത് നിങ്ങൾ മാറ്റണം. ആ ഒരു അബണ്ടന്റ് മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾ എത്തുമ്പോഴാണ് നിങ്ങൾ കൂടുതൽ പൈസ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യുന്നത്. അബണ്ടന്റ് മൈൻഡ് സെറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു സാധനം അത്യാവശ്യമായിട്ടൊരു സാധനമാണ്, നിങ്ങൾക്ക് വാങ്ങേണ്ടതാണ്, നിങ്ങളുടെ കയ്യിൽ അതിനുള്ള പൈസ ഉണ്ട്, വാങ്ങുക. അപ്പൊ നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകേണ്ട ചിന്ത എന്ന് പറഞ്ഞാൽ, എനിക്കിത് വാങ്ങാനുള്ള ശേഷി, സാമ്പത്തിക ശേഷി എനിക്കുണ്ടല്ലോ, അത് നൽകിയതിന് ഞാൻ യൂണിവേഴ്സിനോട് നന്ദി പറയുന്നു. കാരണം നിങ്ങൾക്ക് അത് വാങ്ങാൻ പറ്റുന്നു. ഒരു കാലത്ത് നിങ്ങൾക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല, ഇപ്പൊ നിങ്ങൾക്ക് അത് അഫോർഡ് ചെയ്യാൻ സാധിക്കും. അതൊരു അനാവശ്യമായിട്ട് ചെലവല്ല എങ്കിൽ അത് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ അത് നിങ്ങൾക്ക് ആ ഒരു മാറ്റം ഉണ്ടായല്ലോ, അതിന് നിങ്ങൾ യൂണിവേഴ്സിനോട് നന്ദി പറയാം. അതുപോലെ ദൈനംദിന ജീവിതത്തിലേക്കുള്ള കാര്യങ്ങൾ, സാധനങ്ങൾ, വസ്തുക്കൾ വാങ്ങുമ്പോൾ അപ്പോഴും ഈ പറഞ്ഞ പോലെ പൈസ കൊടുക്കുമ്പോൾ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഒരു പ്രശ്നവും ഇല്ലാതെ എന്റെ സ്വന്തം, ഞാൻ അധ്വാനിച്ച സ്വന്തം പൈസ കൊണ്ട് എനിക്ക് വാങ്ങാൻ സാധിക്കുന്നതിന്, അതിനൊരു സാമ്പത്തിക ഉന്നതി എനിക്ക് നൽകിയതിന് ഞാൻ യൂണിവേഴ്സിനോട് നന്ദി പറയുന്നു. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ, പൈസ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു സന്തോഷം ഉണ്ടായിരിക്കണം. പൈസ കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം പോലെ തന്നെ പൈസ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകണം. ആ ഒരു ചേഞ്ച് വന്നേ പറ്റുള്ളൂ. അപ്പൊ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളിലേക്ക് കൂടുതൽ പൈസ വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം പൈസയും അസോസിയേറ്റ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ ഒരു എനർജി, ഒരു ഇമോഷൻ, ഹാപ്പിനെസ് ആയി മാറുമ്പോൾ നിങ്ങൾ അത് കൂടുതൽ അട്രാക്ട് ചെയ്യും. മനസ്സിലായോ? അങ്ങനെയാണ് നമ്മൾ ആ ഒരു പൈസയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഹീൽ ചെയ്ത് എടുക്കേണ്ടത്. അതാണ് നിങ്ങളോട് ഇവിടെ പറയുന്നത്. അഫർമേഷൻസ് യൂസ് ചെയ്യാം, നിങ്ങൾക്ക് മിറർ മെത്തേഡ് യൂസ് ചെയ്യാം. അങ്ങനെ നിങ്ങൾ ഈ പറഞ്ഞ പ്രാക്ടീസസിലൂടെയാണ് ഒരു അബണ്ടന്റ് മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾ എത്തിച്ചേരേണ്ടത്. താങ്ക് യു.